ഹായ് കൂട്ടുകാരെ, അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പം ഉച്ചയായി, രണ്ടാമത്തെ ട്രിപ്പ് മുട്ട പൊറുക്കിക്കൊണ്ടിരിക്കുകയാണ്. പാത്തു മുട്ട പൊറുക്കാൻ വന്ന കൂട്ടുകാരെ എൻ്റെ ഒപ്പം. അപ്പം അപ്പത്തെ സൈഡിലുണ്ട്, അതുകൂടെ രാവിലെ ഇട്ട് കൊടുത്ത തീറ്റയാണ്. കുറച്ച് തോന്നുന്നുണ്ട്, ഇനിയിപ്പോൾ ഞാൻ പുല്ലരിഞ്ഞു പോകും. ഇനി രാത്രി കുറച്ച് തീറ്റുമ്പോൾ എടുക്കും. ഇന്നത്തെ മുട്ട 25 എണ്ണം ആയിട്ടുണ്ട്. രാവിലെ കുറച്ച് കിട്ടി, ഇപ്പം ബാക്കി പകുതി കിട്ടി. 2 മാസം ആയതേ ഉള്ളൂ ഇടാൻ തുടങ്ങിയിട്ട്. എന്നും മുട്ടയും തീറ്റി. എൻ്റെ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, കൊച്ചു കോഴികൾക്ക് എന്ത് മരുന്നാണ് ചേച്ചി കൊടുക്കുന്നതെന്ന്. അപ്പോൾ നമുക്കത് കാണിക്കാം. ഞങ്ങൾ എവിടെ പോന്നു അവിടെ കിട്ടി. താഴെ വീഴും കേട്ടോ. എൻ്റെ മൂന്നേകാം മാസമായ എൻ്റെ കോഴിക്ക് കൊടുക്കുന്ന വൈറ്റമിൻ്റെ ഇതാണ് AV+ ഈസി എന്നാണ്. ഒരു സിറപ്പാണ്. അപ്പം ഇത് പിന്നെ ഈ 3 മാസം മുതൽ മുട്ട ഇടുന്ന കോഴികൾക്ക് വരെ ഈ വൈറ്റമിൻ്റെ മരുന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഞാനങ്ങനെ കൊടുക്കുന്നത്. ഈ മരുന്ന് കൊടുത്താൽ മതി. ഇത് വെറും തീരെ പൊടിക്ക് കൊടുക്കണ്ട. ഇതിപ്പം ഇവർ 3.25 മാസം കഴിഞ്ഞ് 3 മാസവും 10-20 ദിവസത്തോളമായി. അപ്പം ഇവർക്കും ഈ മരുന്ന് മതി. അതുപോലെ ആ മുട്ട ഇടുന്നതിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന കോഴിക്കും ഈ മരുന്ന് മതി. ഞാൻ അവർക്കും ഈ മരുന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഈ മരുന്ന് നല്ല ഇത് വൈറ്റമിനാണ്. കാരണം വെച്ചാൽ അസുഖങ്ങൾ വരത്തില്ല, കണ്ണിന് രോഗങ്ങളും വരത്തില്ല, പ്രതിരോധ ശേഷി, ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ മരുന്ന്. ഇപ്പോൾ ഇതെല്ലാം ഒരു ബോട്ടിൽ നമുക്ക് മേടിച്ചാൽ ഇത് തീരുന്ന വരെ നമുക്ക് കൊടുക്കാം. ഇതും 10 ദിവസമാണ് കൊടുക്കേണ്ടത്. ഇത് 10 ദിവസം അവർക്ക് കൊടുക്കണം. അത് കഴിയുമ്പോൾ നമ്മൾ ആദ്യമത്തെ മരുന്നുകളുടെ എല്ലാ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യുക. ഈ വൈറ്റമിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 10 ദിവസം അടുപ്പിച്ച് കൊടുക്കണം. ഇത് 10 ദിവസം അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ലിവറിനും മറ്റ് അസുഖങ്ങളൊന്നും വരാത്ത വേറൊരു മരുന്നുകളുണ്ട്, അതുകൂടെ ഞാൻ പറയാം. അപ്പം ഇത് 10 ദിവസം കൊടുത്തവർക്ക് വൈറ്റമിൻ. ഇതിപ്പോൾ നമ്മൾ ഈ മരുന്നല്ലേ അമ്മ ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ 2 ദിവസം കണ്ടായിട്ട് ഈ മരുന്നാണ് ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതേപോലെ ഒരു ബക്കറ്റിൽ 20 മില്ലി എടുത്ത് വേണം ഇത് കൊടുക്കുക. 20 മില്ലി ഇതിന് 1.5 അടപ്പായാലും മതി. ഇല്ലെങ്കിൽ സിറിഞ്ചിൻ്റെ ഇതുണ്ടെങ്കിൽ 20 മില്ലി എടുത്തിട്ട് അത് ഇത്രയും ഒരു വലിയ ബക്കറ്റ് നമ്മൾ കലർത്തി കൊടുക്കണം. അങ്ങനെ 10 ദിവസം തുടർന്ന് അവർക്ക് ഇത് കൊടുക്കണം. എന്നാലേ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും കുറച്ച്. ഇത് നിങ്ങൾ നോക്കണ്ട. ഇത് നമ്മൾ അവർക്ക് മഴ പെയ്യുമ്പോൾ ഒന്നും മഴ വെയിലും ഒക്കെ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനകത്ത് ഇവർക്ക് ശ്വാസം മുട്ടോ, ഇവർക്ക് എങ്ങനെയാണ് ഇവർ ഇടുങ്ങി നിൽക്കുമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവര് നിങ്ങൾക്ക് തന്നെ നോക്കാം, ഇവർ ഇടുങ്ങിയൊന്നും അല്ല. ഇവിടെ സ്പേസ് ഒക്കെ ഉണ്ട്. വലിയ കൂടാണ് നമ്മൾ ഇത്തവണ കുറച്ചുകൂടെ മേടിച്ചത്. 25-30 പേർക്ക് കിടക്കാൻ തരത്തിലുള്ള ഇച്ചിരി വലിയ കൂടാൻ ചോദിച്ചത്. പിന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടി കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ പരസ്പരം കൊത്തും, നമുക്ക് മുട്ട കിട്ടത്തില്ല. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരു മാർഗം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെന്തായാലും ഇവർ ഒട്ടും തന്നെ ഇടുങ്ങിയോ അങ്ങനെ ബുദ്ധിമുട്ടിയോ ഒന്നും തന്നെ കഴിയൊന്നുമല്ല. ഇവർക്ക് ഈ ഒരു കൂടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പരസ്പരം കൊത്താൻ പറ്റൂല. പിന്നെ മുട്ട ഇടുമ്പോൾ ഇത് സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് നേരെ ഇങ്ങോട്ട് വന്ന് കിടക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഇവർ പൊട്ടിക്കൊടുക്കാത്ത രീതിയിൽ മുട്ട എടുക്കാൻ പറ്റും. ഇവർക്ക് ആ മുട്ട പൊട്ടിക്കാനോ ഒന്നും ഉള്ളൊരു അവസരം കിട്ടത്തില്ല. നമ്മൾ ഈ കൂട്ടി വെച്ചിട്ട് ഞങ്ങളുടെ എല്ലാ കോഴികളും തമ്മിൽ ഫൈറ്റ് ചെയ്തു. കുറേ എണ്ണം ഞങ്ങൾക്ക് മുട്ട പൊട്ടിച്ച് കുടിക്കുന്നത് കാരണം ഞാൻ പ്ലാസ്റ്റിക്കിന്റെ മുട്ട ഓൺലൈനിൽ വരുത്തി വരെ ഇട്ട് കൊടുക്കുമായിരുന്നു. അത് കൊത്തി പൊട്ടാത്തപ്പോൾ ഇത് കുടിക്കത്തില്ല. അതൊന്നും അല്ല വിഷമം. പരസ്പരം കൊത്തി അങ്ങ് കുടല് വരെ വലിച്ചെടുത്ത് നമുക്കത് കാണുമ്പോൾ നമുക്കൊരു വിഷമം. നമ്മൾ ഇത്ര സ്നേഹിച്ച് വളർത്തുന്നതല്ലേ. ഓരോന്നും മരണപ്പെട്ട് കിടക്കും. അവർ തന്നെ പരസ്പരം കൊല്ലുക. അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ മൃഗങ്ങളായാലും പക്ഷികളായാലും എല്ലാവരെയും ഒരുപാട് സ്നേഹിച്ച് വളർത്തുന്ന ഒരു വ്യക്തിയാണ്.
ഇപ്പം നേരത്തെ ഞാൻ ആ കൂട് പണിയുന്ന സമയത്ത് ഈ കൂടുണ്ടെങ്കിലും എനിക്ക് അന്ന് ഈ കൂടൊന്നും വേണമെന്നില്ലായിരുന്നു. കാരണം ഇവരെ ഇങ്ങനെ സ്വാതന്ത്ര്യമായിട്ട് അങ്ങ് വിടണം എന്നുള്ളൊരു സ്വഭാവമായിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മളങ്ങനെ വളർത്തി കഴിഞ്ഞാൽ ഇവർ പരസ്പരം കൊത്തി അങ്ങ് കുടല് വരെ വെളിയെടുത്ത് രാവിലത്തേക്ക് കൊന്നിട്ടേക്കും. അത് അങ്ങനെ പെറുക്കി എൻ്റെ മനസ്സങ്ങ് മടിച്ച് നൊന്ത് അങ്ങനെ ഒരു 3 വർഷക്കാലം ഞാനങ്ങ് വേണ്ടാന്ന്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഓരോരുത്തരെ കൊണ്ട് എടുത്തെടുത്ത് ഞങ്ങൾ ഇവിടെ കൊണ്ട് കുറച്ചു നേരം നിർത്തിയിട്ട് അവരെ ഞങ്ങൾ അകത്തൊക്കെ ഞങ്ങളുടെ വീടിനകത്തൊക്കെ കൊണ്ടുപോകും. ഞങ്ങൾ ഡൈപ്പർ പോലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയൊക്കെ ഞങ്ങൾ അഴിച്ചൊക്കെ വിടാറൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതേ പറ്റൂ. നമുക്ക് പിന്നെ അങ്ങ് തുറന്ന് അങ്ങ് വിടാനും പറ്റില്ല, പൂച്ചയുള്ളത് കൊണ്ട്. അവരുടെ സേഫ്റ്റിക്ക് ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. ഇതിപ്പോൾ പുറത്തുനിന്നായാലും തന്നെ അവർക്ക് വേറൊരു അറ്റാക്ക് വരത്തില്ല, അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യത്തില്ല, അവർ സേഫായിട്ട് നിൽക്കും. അവരോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റില്ല. അവർ പരസ്പരം ഞങ്ങൾ കണ്ടു മടുത്തു. കാരണം നമ്മൾ ഡെയിലി ചെന്ന് നോക്കുമ്പോൾ ഒന്നെങ്കിൽ ഏതെങ്കിലും കൊന്നിട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കൊത്തി ഒരുമാതിരി കിടക്കുന്ന അവസ്ഥയായിരിക്കും. പിന്നെ അമ്മ അവരെ നോക്കുന്നതും എടുക്കുന്നതും ഒക്കെയാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം നായ്ക്കുട്ടി ആയാലും ശരി, കോഴിയായാലും ശരി, പൂച്ചയായാലും ശരി, എല്ലാം ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ പോലെ തന്നെയാണ് നോക്കുന്നത്. അവർക്ക് കെയർ ആയാലും ട്രീറ്റ്മെന്റ് ആയാലും എല്ലാം നമ്മുടെ മക്കളെ പോലെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അവരെ ഇങ്ങനെ വളർത്തുന്നത് തന്നെ എനിക്ക് സങ്കടം. അതിനായി ഇടയ്ക്കിടയ്ക്ക് വിഷമം 2 പേരെ എടുത്ത് ഞാൻ വെളിയിൽ കൊണ്ട് നിർത്തിയിട്ട് ഞാൻ കാവലിരിക്കും. കാരണം എന്റെ പൂച്ച ചിലപ്പോൾ ഇവരെ പിടിക്കും. അതുകൊണ്ട് നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല. അവരൊരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ അതാണ്. അവർക്ക് അറിയത്തില്ലല്ലോ. ഇപ്പൊ തന്നെ ഗൈസ് നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങളുടെ ഇവിടെ വന്നിട്ട് ഒരു കിളി ഏതോ ഇവിടെ ആയിരുന്നു, ഇവിടെ കൂട്ടിൽ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആക്ച്വലി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് ഏത് കിളിയാണെന്നൊന്നും അറിയത്തില്ല. 2 കുഞ്ഞുങ്ങൾ കരിയില കിളിയാണെന്നാണ് തോന്നുന്നത്. ഇവരെ ഞങ്ങളിങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ പൂച്ച പോലും നോക്കിയാലേ മറ്റ് കിളികളോ അല്ലെ കാക്കയോ ഒന്നും വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ട്. നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളതുകൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കാം. നമുക്ക് പിന്നെ ഈ സ്ഥലം മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് വരാനോ ഒന്നും പറ്റില്ല. നിങ്ങളുണ്ട്, ഞങ്ങൾ ഇങ്ങനെ നോക്കുന്ന ആളുകളാണ്. ഇപ്പം തന്നെ കാക്കയുടെ ഒക്കെ ശല്യം ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇതുങ്ങളെ കാണാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഇതിനിടയ്ക്ക് വന്ന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പാടായതുകൊണ്ടാണ്. ഞാൻ വളർത്തുന്ന സമയത്ത് ഈ കൂടുണ്ട്, അന്ന് ഇത്രയും വിലയൊന്നുമില്ല. പക്ഷെ അന്ന് എല്ലാവരും പറയുമായിരുന്നു. എന്നാലും എനിക്ക് സങ്കടമാണ്. ഞാൻ വളർത്തി ഞങ്ങൾ രാത്രിയാകുമ്പോൾ ഇവരെ അങ്ങ് അഴിച്ചു വിട്ടിട്ട് ഇവിടെ കാവലിരിക്കും ഞാനും മക്കളും കൂടെ. എന്നിട്ട് ഒരു 2-3 മണിക്കൂർ ഇവിടെ ഫുള്ള് വലയൊക്കെ കെട്ടിയിട്ടായിരുന്നു നമ്മൾ നോക്കുന്നത്. ഇപ്പം അത് നമുക്ക് പറ്റത്തില്ല. പൂച്ചയുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇവർ അങ്ങനെ ഇട്ടാൽ ഇവർ മുട്ട ഇടത്തില്ല, അടയൊക്കെ ഇരിക്കും. നമ്മൾ ഇത്രയും കാശൊക്കെ ചിലവാക്കി വളർത്തുമ്പോൾ നമുക്ക് മുട്ടയും വേണമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓച്ചിറയിൽ എവിടെ ഞങ്ങളുടെ വീടെന്ന് ചോദിച്ചു. ഞങ്ങളുടെ വീട് ചങ്ങംകുളങ്ങരയാണ് വരുന്നത്. ഇന്ന് ഞങ്ങളപ്പോൾ ഇങ്ങനെ നൈസിന് പൂവൻകോഴികളെയൊക്കെ ഒന്ന് നോക്കാനായിട്ട് പോയാണ് വയനാട്ട്. അപ്പോൾ നമുക്കത് ആപ്റ്റബിൾ ആണോ എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കണം. നോക്കിയിട്ട് നല്ലതാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകാം. എന്നിട്ട് നമുക്ക് കൊള്ളാമെങ്കിൽ നമ്മൾ ഈ കൂട് ക്ലീൻ ചെയ്യും. എന്നിട്ട് നമ്മൾ അവരെ മേടിക്കും. ഇപ്പോൾ ഓൾറെഡി അവിടെ 150 പൂവൻകോഴി കുഞ്ഞുങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കിയിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്. ഇതൊന്നും അല്ല വിഷമവും വളർത്തിയിട്ട് അവരെ വിൽക്കുന്നത് എനിക്കൊരു സങ്കടമാണ്. പക്ഷെ പൂവൻകോഴിയെ നമ്മൾ മേടിക്കുന്നത് എന്തിനാണ്? വിൽക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ഇവിടെ കോഴികളായി തന്നെ അവര് മരിക്കുന്നിടം വരെ നമ്മൾ അവരെ ഇവിടെ തന്നെ ഇട്ടിരിക്കും. കാരണം നമ്മൾ കൊല്ലിയോ അവരുടെ മീറ്റ് കഴിക്കുകയോ ഒന്നും നമ്മൾ ചെയ്യത്തില്ലായിരുന്നു. അതിന് മുമ്പ് കൂടെ ഉള്ളതല്ല, അത് കൊത്തിക്കൊന്നതാണ്. എല്ലാവരും കൊത്തിക്കൊന്നയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇവക്ക് അത്യാവശ്യം നല്ല സൈസുള്ള കോഴിയൊക്കെ ആയിരുന്നു. ഒറ്റയ്ക്കല്ലേ ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, നല്ല സൈസുള്ളതായിരുന്നു. പക്ഷെ ഞങ്ങൾ പുള്ളിക്കാരി വിൽക്കാനും ഒന്നും നിന്നില്ല. പുള്ളിക്കാരിയുടെ മരണം വരെയും പുള്ളിക്കാരി ആ കൂട്ടി തന്നെ ആയിരുന്നു. ഇപ്പം 2 ആഴ്ച എന്തോ ഓൾമോസ്റ്റ് ആയിട്ടുള്ളൂ, ആയതേ ഉള്ളൂ. നമ്മൾ നല്ല രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ട്രീറ്റ്മെന്റുകൾ നൽകുക. ഇതിനെല്ലാം ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ടൈം യൂസ് ചെയ്യണം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒരു സമയം മാറ്റി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതനുസരിച്ചുള്ള രീതിയിലുള്ള ഫലം അവരിൽ നിന്നും നമുക്ക് കിട്ടത്തുള്ളൂ. എല്ലാവരെയും പിടിച്ച് എടുത്ത് എളിവ് വെക്കും, ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ പൂവനെ മേടിച്ച് ഇതിൽ തന്നെ ആയിരിക്കും കൂടി. ഇതിനകത്തോട് കയറി എനിക്ക് ഇരിക്കാനൊക്കത്തില്ലല്ലോ. മറ്റേ അതാകുമ്പോൾ കയറി ഇരുന്ന് അവരെ സ്നേഹിക്കാമല്ലോ.
അപ്പം നിങ്ങൾ ഇനിയും കമൻറ്റുകൾ ഇടുക, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, ഞങ്ങളതെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. നല്ല നല്ല റെസ്പോൺസുകൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വരുന്നുണ്ട്. എന്തായാലും വിശദമായിട്ട് പിന്നെ ഞാൻ നേരത്തെ മരുന്നുകളുടെ വീഡിയോ ചെയ്യുകയാണെങ്കിലും ഞാൻ വിശദമായിട്ട് ഇവർക്ക് 3 സൈസ് മരുന്നുണ്ട് കൊടുക്കാനും വരെയുള്ള. അതൊന്നുകൂടെ ഞങ്ങളൊന്ന് പറഞ്ഞു തരാം. മരുന്നിന്റെ മാത്രമായിട്ട് ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഇവർക്ക് 3 സൈസ് മരുന്നാണ് കൊടുക്കേണ്ടത്. വൈറ്റമിൻ്റെതും പിന്നെ കരള് രോഗം അങ്ങനൊന്നും വരാതിരിക്കാനും പിന്നെ വിരയിളക്കുന്നതിനും പിന്നെ തോൽമുട്ട ഇടാതിരിക്കാനും ചുമല മുട്ട വരാനും വലിപ്പം വരാനും അങ്ങനെ ഓരോ ഐറ്റം മരുന്നുകളാണ്. ഞാൻ നേരത്തെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അത് കയറി കണ്ടാലും മതിയില്ലേ ഒരെണ്ണം ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിലൂടെ പറയുക. ചേച്ചി അങ്ങനെ ഒരു വീഡിയോ വേണം എന്ന് തന്നെ പറയുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഞങ്ങൾക്ക് സമയത്തിൻ്റെ കുറച്ച് പരിമിതികളുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.